മുഖ്യമന്ത്രിയാകുക എന്നതാണ് പ്രധാനമായും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആന്റണി ജി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പരിശോധിക്കാൻ ഒരുങ്ങി സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ ചേരും. അതേസമയം പ്രതിപക്ഷ നേതാവ് ആരാകും എന്നതിലും ആകാംക്ഷയുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ കെ.എൻ. ബാലഗോപാലിന്റെ പേര് പരിഗണനയിലുണ്ട്. വിവരങ്ങളുമായി കെ.ജെ. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഈ ഒരു തോൽവിക്ക് പിന്നാലെ നാളെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. അതുപോലെ തന്നെ ആരാകും പ്രതിപക്ഷ നേതാവ്, 16ാം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാകും എന്നതാണ് ഇനി ചർച്ചാ വിഷയം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു പരാജയമാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ശക്തനായ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിൽ അവതരിപ്പിച്ച് വീണ്ടും ഒരു തിരിച്ചുവരവിനാണ് ഇപ്പോൾ സിപിഎമ്മിൻ്റെ ശ്രമം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം അദ്ദേഹമാണ് മുതിർന്ന നേതാവ്. അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ മാത്രമായിരിക്കും ബാലഗോപാലിൻ്റെ പേരിലേക്ക് എത്തുക. ഇനി നാളെയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. അതിനുശേഷമായിരിക്കും പാർട്ടിയിൽ ഒരു തീരുമാനമുണ്ടാവുക. ഇന്നല്ലെങ്കിൽ നാളെ പിണറായി വിജയൻ തിരുവനന്തപുരത്തെത്തും. അതിനുശേഷമായിരിക്കും ഈ യോഗങ്ങളിൽ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത്. എന്തായാലും ബാലഗോപാലാണ് മുതിർന്ന നേതാക്കളിൽ, രണ്ടാം നിര നേതാക്കളിൽ വിജയിച്ചിട്ടുള്ള ഏക നേതാവ്. രാജീവും അടക്കമുള്ളവർ ദയനീയമായി പരാജയപ്പെട്ടു. ബാലഗോപാൽ ചെറിയൊരു വോട്ടിലായാലും വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് സിപിഎമ്മിന് ഈ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ തെക്കൻ കേരളത്തിലാണ് പിടിച്ചു നിൽക്കാനുള്ള ഒരു എണ്ണം തികയ്ക്കാനെങ്കിലും 35ലേക്കെങ്കിലും എത്താൻ സഹായിച്ചത് തെക്കൻ കേരളമാണ്. അതുകൊണ്ട് തന്നെയാണ് ബാലഗോപാലിന് എൻ്റെ പേരിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിലൂടെ മാത്രമായിരിക്കും സിപിഎമ്മിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുക. നമുക്ക് കോൺഗ്രസിൻ്റെ അവസ്ഥ തന്നെ നോക്കാം. 2021 ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസിനെ പ്രതിപക്ഷ നേതാവ് ചുമതല ഏറ്റെടുത്ത ശേഷമായിരുന്നു വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു കേരളത്തിൻ്റെ ഈ 100 സീറ്റിലേക്കെല്ലാം എത്തിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു കരുത്ത് തന്നെയാണ്. അങ്ങനെ ഒരു കരുത്തുള്ള നേതാവ് ഉണ്ടായാൽ മാത്രമേ ഇനി സിപിഎമ്മിന് കേരളത്തിൽ രക്ഷയുള്ളൂ. പ്രത്യേകിച്ച് BJPക്ക് 3 അംഗങ്ങളാണുള്ളത്. BJP ഇന്നലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു, ഇനി കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷമായി മാറാൻ തങ്ങളാണ് തയ്യാറെടുക്കുന്നതെന്നാണ് BJPയുടെ അവകാശവാദം. ആ അവകാശവാദങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ്, മികച്ചൊരു നേതാവിനെ കൊണ്ടുവരാൻ എന്തായാലും CPM തയ്യാറെടുക്കുന്നത്. സെക്രട്ടേറിയറ്റ് യോഗം, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിനോടൊപ്പം തന്നെ 9ഉം 10ഉം പോളിറ്റ് ബ്യൂറോ യോഗവും ചേരുന്നുണ്ട്. ആ യോഗത്തിൽ എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വിശദമായി തന്നെ പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ 49 വർഷത്തിന് ശേഷം പാർട്ടിക്ക് ഇന്ത്യയിൽ ഒരിടങ്ങളിലും ഭരണമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. 2011 ബംഗാൾ നഷ്ടമാകുന്നു, പിന്നീട് 2018 ത്രിപുര നഷ്ടമാകുന്നു, ഈ 2026 എത്തുമ്പോൾ കേരളവും നഷ്ടമായി. അങ്ങനെ കേരളത്തിൽ, ഇന്ത്യയിലൂടെ ഒരിടത്തും ഭരണമില്ലാത്തൊരവസ്ഥയിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നാളത്തെ യോഗത്തിൽ പാർട്ടി പ്രധാനമായി തന്നെ പരിശോധിക്കാൻ പോകുന്നത് ഈ പാർട്ടി ഗ്രാമങ്ങളിലെ, പ്രത്യേകിച്ച് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ പരാജയമാണ്. പയ്യന്നൂരും അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ, അമ്പലപ്പുഴയിലെല്ലാം വിമതർ വിജയിച്ചു കയറുന്നൊരു സാഹചര്യമുണ്ട്. ഇത് സ്വാഭാവികമായി തന്നെ പാർട്ടി വോട്ടുകൾ കൊണ്ട് തന്നെയാണ് ഈ വിമതർ വിജയിക്കുന്നത്. കുഞ്ഞികൃഷ്ണനായാലും ഗോവിന്ദനായാലും സുധാകരനായാലും വിജയിച്ചത് CPMൻ്റെ വോട്ടുകളാണ്. CPMൻ്റെ കേഡർ വോട്ടുകൾ UDFിലേക്ക് പോയത് കൊണ്ട് തന്നെയാണ് ഈ വിജയങ്ങളെല്ലാം ഉണ്ടായത്. ഇത് എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് കൃത്യമായി തന്നെ പഠിക്കാനും നിലവിൽ CPM തയ്യാറെടുക്കുന്നു. അങ്ങനെ ഈ പരാജയം പൂർണ്ണമായി പഠിച്ച് മികച്ചൊരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പുതിയൊരു യുവ നേതൃത്വ നിരയെ വളർത്തിക്കൊണ്ടുവരണമെന്നാണ് അവരുടെ താല്പര്യം. അതിനനുസരിച്ചുള്ള നീക്കങ്ങളും നിർദ്ദേശങ്ങളുമായിരിക്കും അവർ ഇനി പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം നൽകുക. അങ്ങനെയാണ് CPMൻ്റെ ഭാഗത്തു നിന്നുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും, മുന്നൊരുക്കങ്ങളും പഠനങ്ങളും ഉണ്ടാകുമ്പോഴും അവർ പ്രതീക്ഷിച്ചിരുന്നത് 60 മുതൽ 75 സീറ്റ് വരെയാണ്. പരാജയപ്പെട്ടാൽ പോലും 50ഉം 60ഉം സീറ്റുകൾ നേടാമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത്രയും വലിയ ദയനീയ പരാജയം എന്തായാലും CPM കേന്ദ്രങ്ങൾ പോലും
പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പയ്യന്നൂരും അതോടൊപ്പം തന്നെ മട്ടന്നൂരും എന്ന് പറയുന്നു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടത്ത് പോലും ആദ്യ പല റൗണ്ടുകളിലും പിന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ട്. ഇതെല്ലാം പാർട്ടിയെ വലിയ രീതിയിൽ തന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ശരി, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കാൻ CPM ഒരുങ്ങുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ ചേരും. പ്രതിപക്ഷ നേതാവ് ആരാകും എന്നതിലും ആകാംക്ഷയുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആയില്ലെങ്കിൽ KN ബാലഗോപാലിന്റെ പേരും പരിഗണനയിലുണ്ട്. KG ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്താകെ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി നേരിട്ടപ്പോഴും പിടിച്ചുനിന്ന CPI 25 സീറ്റുകളിൽ മത്സരിച്ച CPI 8 സീറ്റുകൾ നേടി. സംസ്ഥാന കൃഷി മന്ത്രിയായിരുന്ന P. പ്രസാദ് ചേർത്തലയിലും നെടുമങ്ങാട് മന്ത്രി GR അനിൽ, ഒല്ലൂര് K. രാജൻ തുടങ്ങിയവർ വിജയിച്ചു. ഏറ്റവും